കോവിഡ് വന്ന ലോക്ക്ഡൗൺ 2020 കോവിഡ് വന്ന ആ സമയത്ത് ആ പശ്ചാത്തലമാക്കിയിട്ട് എടുത്തിട്ടുള്ള സിനിമയാണ്. പുരുഷന്മാരുടെ കല്യാണപ്രായം അത് തന്നെയാണ് വിഷയം. അപ്പം നമ്മളിങ്ങനെ ഒരു 27-28 വയസ്സാകുമ്പം തന്നെ നാട്ടുകാർ ചോദിച്ചു തുടങ്ങും, കല്യാണമായില്ലേ. ആ ചോദ്യം നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആയിരിക്കും നമ്മൾ പലപ്പോഴും പെട്ടെന്ന് കല്യാണം വേണമെന്ന് ചിന്തിക്കുന്നത്. ആൾ കുറവായിരുന്നു, ആകെ വളരെ കുറച്ച് ആളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്കൊന്ന് വിക്രം പ്രഭുവിനൊന്നും വലിയ ഫാൻസ് അസോസിയേഷനും ഫാൻസൊന്നും കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം വളരെ നാമമാത്രമായിട്ടുള്ള ആൾക്കാരെ ഈ സിനിമയിൽ ഇവിടെ തിയേറ്ററിലുണ്ടായിരുന്നുള്ളൂ. ലവ് മാരേജ് ഒരു ചെറിയ സിനിമയാണ്, ഭംഗിയായിട്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഫീൽ ഗുഡ് മൂവി എന്നൊക്കെ പറയാം. അങ്ങനത്തെ ആ ടൈപ്പിലുള്ള ഒരു സിനിമയാണ്. കോവിഡ് വന്ന ലോക്ക്ഡൗൺ 2020 കോവിഡ് വന്ന ആ സമയത്ത് ആ പശ്ചാത്തലമാക്കിയിട്ട് എടുത്തിട്ടുള്ള സിനിമയാണ്. പെർഫോമൻസ് വൈസ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വിക്രം പ്രഭു ആയാലും പിന്നെ നമ്മുടെ നസ്ലൻ്റെ നായികയായിട്ട് അഭിനയിച്ച ആ കുട്ടി മീനാക്ഷി എന്ന് പറഞ്ഞ 18+ എന്ന് പറഞ്ഞ ആ സിനിമയിൽ നസ്ലൻ്റെ നായിക പുള്ളിക്കാരിയുടെ വളരെ നല്ല പെർഫോമൻസാണ് ഈ സിനിമയിൽ. പുള്ളിക്കാരിയാണ് ഇതിലെ നായിക. പിന്നെ സുസ്മിത ഭട്ടുണ്ട് നമ്മുടെ മമ്മൂട്ടിയുടെ നായികയായിട്ട് ലേഡീസ് ബസ് ഗൗതം വാസുദേവൻ്റെ ആ സിനിമയിൽ അവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ കഥ കോവിഡ് പശ്ചാത്തലത്തിൽ ഒരുക്കിയിട്ടുള്ള സിനിമയാണ്, ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സങ്കടപ്പെടുത്തുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഭയങ്കര സ്ലോ പേസിൽ പോകുന്ന സിനിമയാണ്. അതുകൊണ്ട് നമുക്ക് ചില സമയത്തൊക്കെ സിനിമ വലിയുന്നതായിട്ട് തോന്നും, നന്നായിട്ട് വലിയുന്ന പോലെ തോന്നും. ഡയറക്ഷൻ്റെ ഇതുകൊണ്ടും തിരക്കഥ ചെയ്തേക്കുന്നത് വെച്ചിട്ടും നല്ലൊരു പ്രണയകഥയെന്നോ നല്ല കുടുംബകഥയെന്നോ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല മൂവിയാണ്. ലവ് മാരേജ് പറഞ്ഞു പോകുന്ന പുരുഷന്മാരുടെ കല്യാണപ്രായം അത് തന്നെയാണ് വിഷയം. അപ്പം നമ്മളിങ്ങനെ ഒരു 27-28 വയസ്സാകുമ്പം തന്നെ നാട്ടുകാർ ചോദിച്ചു തുടങ്ങും, കല്യാണമായില്ലേ. അപ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് ഒരു മറുപടി എടുക്കാൻ വേണ്ടി കല്യാണം കഴിക്കുന്ന ആ ചോദ്യം നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആയിരിക്കും നമ്മൾ പലപ്പോഴും പെട്ടെന്ന് കല്യാണം വേണമെന്ന് ചിന്തിക്കുന്നത്. അങ്ങനെ നമുക്ക് അതാണ് എൻ്റെ ആ സിനിമയുടെ ഇത് പറഞ്ഞു പോകുന്നത്. ആളിന് മനസ്സിന് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കല്യാണം കഴിക്കാൻ പോകുന്നത് തീരുമാനിക്കുന്നതും അതൊക്കെയാണ് വിഷയം. എന്താ പറയുക, നമുക്ക് ഒരാളിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ആൾ നമ്മുടെ ജീവിതത്തിൽ കൂടെ കൂട്ടണം എന്ന് ഒരു തോന്നലുണ്ടാകുമ്പോൾ നമ്മൾ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഈ സിനിമ പറയുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. നല്ല മൂവിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഇത് പുതുമയായിട്ടാണ്. കാരണം ബാച്ചിലറായിട്ട് നിൽക്കുന്ന ആളുകളുടെ കുറേ അഭിമുഖീകരിക്കുന്ന കുറേ പ്രശ്നങ്ങളും സമൂഹം അവരെങ്ങനെ കാണുന്നു, അവരോട് എങ്ങനെ പെരുമാറുന്നു, അതൊക്കെയാണ് ഇതിൽ പറയുന്ന വിഷയം. നമ്മുടെ മലയാളത്തിലും തമിഴിലുമൊക്കെ ഇത് സബ്ജക്റ്റ് വേറെ സിനിമ ഇത് പറയുന്നുണ്ട്. ഇത് വേറൊരു കോവിഡുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നത്. ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് കാണാൻ വേണ്ടി ഒരു പെണ്ണിൻ്റെ വീട്ടിൽ ചെല്ലുന്നു. അവിടെ വച്ച് ആ വീട്ടിലിരിക്കുമ്പോൾ ആണ് നമ്മുടെ 2020 ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നത്. ഇനി അടുത്ത നിമിഷം മുതൽ വണ്ടികളൊന്നും ഓടാൻ പാടില്ല, ആരും പുറത്തിറങ്ങാൻ പാടില്ല. അങ്ങനെ ആ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ വീട്ടിൽ തന്നെ ഈ ലോക്ക്ഡൗൺ മാറുന്നവരെ ഈ പയ്യനും പാർട്ടിക്കും അവിടെ തങ്ങേണ്ടി വരുന്നു. ആ ഒരു രീതിയിൽ ആ വീട്ടിൽ അവർ നിൽക്കുമ്പോൾ ഉള്ള കുറേ കാര്യങ്ങൾ തമാശ രൂപേണയും അല്ലാതെ സീരിയസ് ആയിട്ടും ഇതെല്ലാം കാണിക്കുന്നുണ്ട് സിനിമയിൽ. അതാണ് എൻ്റെ മെയിൻ സബ്ജക്റ്റ്. പിന്നെ ആൾ കുറവായിരുന്നു, ആകെ വളരെ കുറച്ച് ആളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്കൊന്ന് വിക്രം പ്രഭുവിനൊന്നും വലിയ ഫാൻസ് അസോസിയേഷനും ഫാൻസൊന്നും കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം വളരെ നാമമാത്രമായിട്ടുള്ള ആൾക്കാരെ ഈ സിനിമയിൽ ഇവിടെ തിയേറ്ററിലുണ്ടായിരുന്നുള്ളൂ. ഒരു ചെറിയ കുഞ്ഞു സിനിമ.